നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച അന്ന് തുടങ്ങിയതാണ് CPIM നേതാക്കന്മാർ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസിന് വോട്ട് നൽകി, കോൺഗ്രസിനെ സഹായിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് പറയാൻ ഗോവിന്ദൻ മാഷിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത്, അത് പറയുന്നില്ല എന്ന് മാത്രം. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺഗ്രസ് വിജയിക്കാൻ പാടില്ല, അവിടെ വേണമെങ്കിൽ BJP വിജയിച്ചോട്ടെ. ഇതാണോ അവരുടെ നിലപാട്? MP രാജേഷ് പറഞ്ഞത് SDPI ആഹ്ലാദ പ്രകടനം നടത്തി നഗരത്തിൽ 10,000 വോട്ട് ഞങ്ങൾ കോൺഗ്രസിന് കൊടുത്തു. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടും പോകില്ല. SDPIക്കാർ അങ്ങനെ ചെയ്തതുകൊണ്ട് കോൺഗ്രസ് അവിടെ വിജയിച്ചു. ആ 10,000 വോട്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് അവർ ചെയ്തിരുന്നെങ്കിൽ ആ വോട്ട് ഇങ്ങനെ അവരുടെ സ്ഥാനാർത്ഥിക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ കോൺഗ്രസ് പരാജയപ്പെടും, BJP വിജയിക്കും. BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, SDPIയുടെ നിലപാട്, CPIMന്റെ നിലപാടും അത് തന്നെയാണ്. BJPയെ വിജയിക്കാൻ അനുവദിച്ചുകൂടാ, BJP വിജയിക്കാൻ പാടില്ല. ആ നിലപാടിൽ CPIMന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? CPIMന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് CPIMന് എന്തോ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ്. പൂഞ്ഞാറിലെ ജോർജ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, സാധാരണ രീതിയിൽ അത് കാര്യമാക്കാറില്ല. ജോർജ് പറയുന്നത് പാലക്കാട്ടെ വിജയം, കോൺഗ്രസിന്റെ വിജയം, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിജയമാണെന്നാണ്. അതായത് ഗോവിന്ദൻ മാഷും രാജേഷും ഒക്കെ പറഞ്ഞത് മറ്റൊരു തരത്തിൽ ജോർജ് അവതരിപ്പിച്ചു. SDPIയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞില്ല, ആ വാക്ക് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. അതേസമയം ജോർജ് അത് പറഞ്ഞു. ജോർജിന്റെ ഒരു നിലവാരം, ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോർജ്. സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജോർജ് അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIMന് എന്തു പറ്റി? CPIMന് നേരെ നിന്നുകൊണ്ട്, നിവർന്നു നിന്നുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാമായിരുന്നില്ലേ? സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നില്ലേ? പാലക്കാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആ നാട്ടിൽ CPIMന് നല്ല പ്രവർത്തകരില്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും CPIMലേക്ക് ചേക്കേറിയ, സീറ്റ് മോഹിച്ചു വന്ന സരിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്? CPIMന് ആദ്യത്തെ തിരിച്ചടി കിട്ടിയത് അവിടെയല്ലേ? സ്വന്തം പാർട്ടിക്കാർ, അവർക്ക് വലിയ മാനസിക വേദനയുണ്ട്. അവർ വെയിലുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചും കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെ നടന്നിട്ട് അവസാനം ഇവിടെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. സരിൻ സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ സരിനെ വീണ്ടും അവർ പരിഗണിക്കും, തലപ്പത്തേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുവരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സാധാരണ സഖാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, ഇവരൊന്നും മത്സരിക്കാൻ പ്രാപ്തരല്ലേ? അതായത് ഓരോരോ തീരുമാനങ്ങൾ എടുക്കും, എന്നിട്ട് ഊടുവഴിയിലൂടെ വിജയിക്കുന്നതിന് വേണ്ടി പണിയെടുക്കും. നീല ട്രോളി ബാഗിൽ കുഴൽപ്പണമുണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അപമാനിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ കോൺഗ്രസിന് ഗുണകരമായി. CPIM ഓരോ വിക്രസ് ഒപ്പിക്കുമ്പോഴും ആ വിക്രസിന്റെ ഭാഗമായി കോൺഗ്രസിന് ഒരുപാട് വോട്ടുകൾ കിട്ടി. വനിതാ കോൺഗ്രസ് പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പോലീസിനെ വിട്ട് രാത്രി പരിശോധന നടത്തിയ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ CPIMനെതിരായി. അത്തരത്തിൽ CPIM ചെയ്തു കൂട്ടിയ ഒരുപാട് ഊടുവഴികളിലൂടെ വിജയം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ നടത്തിയ നീക്കങ്ങളുണ്ട്. ആ നീക്കങ്ങളൊക്കെ CPIMന് തിരിച്ചടിയായി. CPIMന് ഇതാണ് അവരുടെ അവസ്ഥയെങ്കിൽ അവരെ നമ്പാൻ കഴിയില്ല, അവരെ പിന്തുണക്കാൻ കഴിയില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ എപ്പോ നോക്കിയാലും തീവ്രവാദി, വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളാണ് CPIMകാർ. പിണറായി വിജയൻ പലപ്പോഴായി അത് പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഒരുപാട് സമയം CPIMന് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. CPIMന് ആ വോട്ട് കിട്ടിയാൽ ഹലാലാണ്. അതേസമയം വേറെ ആർക്കെങ്കിലുമാണ് ആ വോട്ട് പോയതെങ്കിൽ അത് ഹറാമായ വോട്ടാണ്. അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ഹറാം പറഞ്ഞ സംഘടനയുമായി. ഇതാണ് CPIMന്റെ ഒരു നിലപാട്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിച്ചപ്പോൾ അവർ കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. SDPIക്കാർക്ക് ഒരിക്കലും CPIMുമായി യോജിക്കാൻ കഴിയില്ല.
അവരെ RSSന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞ് CPMകാർ അധിക്ഷേപിക്കാറുണ്ട്. എന്നാൽ RSSുമായി CPMകാർക്ക് നല്ല ബന്ധമാണ്. SDPIക്കാരെ തൊട്ടാൽ അവർക്ക് അയിത്തമാണ്, തൊടാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, നജസാണ്, മോശപ്പെട്ട എന്തോ ആണ്. RSSുമായി എങ്ങനെ വേണമെങ്കിലും ചേർന്നിരിക്കാം. പിന്നെ SDPI എങ്ങനെ CPMന് വോട്ട് ചെയ്യും? SDPI നേരത്തെ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചതല്ലേ. രഹസ്യമായിട്ടുള്ള വോട്ട് കച്ചവടമൊന്നും അവിടെ നടന്നിട്ടില്ല. വോട്ട് വില കൊടുത്ത് വാങ്ങിയിട്ടുമില്ല. SDPI നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിലവിലെ സാഹചര്യം അനുസരിച്ച് പാലക്കാട് ഞങ്ങളുടെ പിന്തുണ UDFനാണ്. അതുപോലെ തന്നെ വയനാട് ഞങ്ങൾ UDFനെ പിന്തുണക്കും. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അവർ UDF എന്ന് പറയുന്ന സംവിധാനത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇവിടെ BJPയെ പിന്തുണക്കാനാണ് SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും തയ്യാറായിരുന്നത് എങ്കിൽ ഇവിടെ ഗോവിന്ദൻ മാഷുക്കോ അല്ലെങ്കിൽ MP രാജേഷിനോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർക്കത് സന്തോഷമായേനെ. BJP വിജയിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുത്ത 10,000 വോട്ടിന്റെ ഭാഗമായാണ് BJP വിജയിച്ചത് എന്ന് പറഞ്ഞ് SDPI നഗരത്തിൽ ഒരു പ്രകടനം നടത്തിയാൽ അതിനേക്കാൾ സന്തോഷമായേനെ. ഇത് മകൻ മരിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കാരണം. BJP വിജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് അവിടെ കഷ്ടപ്പെടണം. ഇതാണ് CPMന്റെ ഒരു ചിന്താഗതി. ഈ ചിന്താഗതി CPIM പ്രവർത്തകർ, നേതാക്കന്മാർ മാറ്റിവെക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സഖാവിന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ആ കുറിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പാർട്ടിക്ക് എന്താണ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്തത്? നമ്മുടെ പാർട്ടി ഇങ്ങനെയല്ലായിരുന്നല്ലോ. നമ്മുടെ പാർട്ടിക്ക് രാഷ്ട്രീയം പറയാൻ കഴിയുമല്ലോ. നമ്മൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ. ആ നാട്ടിൽ നിന്ന് പ്രാദേശികമായി ഒരാളെ തിരഞ്ഞെടുത്ത് അയാളെ സ്ഥാനാർത്ഥിയാക്കി അയാൾ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA ആയിട്ട് വരും. അങ്ങനെ വന്നാൽ ഈ ഒരു മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. എവിടെയൊക്കെയാണോ പോരായ്മകൾ ഉള്ളത് പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് വികസനത്തെക്കുറിച്ചും കൃത്യമായി രാഷ്ട്രീയവും സംസാരിച്ചാൽ ഇപ്പോഴുള്ള ഈ അവസ്ഥയേക്കാൾ മെച്ചപ്പെടാമായിരുന്നില്ലേ? എന്തിനാണ് ഊടുവഴികളിലൂടെ പോയി ഉള്ള വോട്ട് കളയാൻ ശ്രമിച്ചത്? അതല്ലേ CPIMന് തിരിച്ചടിയായത്. ഇനി എന്നാണ് നമ്മുടെ പാർട്ടി ഇതൊക്കെ പഠിക്കുക എന്നാണ് ഒരു സഖാവ് കുറിപ്പിലൂടെ ഇവിടെ നേതാക്കന്മാരോട് ചോദിച്ചത്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട CPIM നേതാക്കന്മാർ, ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കണം. കാലം മാറി. നിങ്ങൾ പറയുന്ന നുണകളും അതുപോലെ തന്നെ നിങ്ങൾ മസിലും പെരുപ്പിച്ച് കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളൊക്കെ കാണാൻ ഇവിടെ ആരുമില്ല, ആർക്കും താല്പര്യമില്ല. സ്വന്തം പാർട്ടിക്കാർ സ്വന്തം കാലിന് ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോവുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.